ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും മളകനന്ദൻ്റെയും പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ ഗൗതമിൻ്റെയും മളകനന്ദൻ്റെയും പിങ്കിയുടെയും കഥയിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. അതായത് ഗൗതം ചില സത്യങ്ങൾ തിരിച്ചറിയുന്നു. അത് പലർക്കും വലിയ തിരിച്ചടിയായി മാറുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ പവിത്രയും അരുണും തമ്മിലൊരു വാക്കുതർക്കത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അരുൺ ചോദിക്കുകയാണ്, ഇനി ഒരുമ്പെട്ടവളെ, നീ എന്താണ് നിന്റെ ഉദ്ദേശം? നിന്നെ ആരാണ് ഇവിടെ ശ്രീധരത്തിൻ്റെ പേരിൽ പഴിക്കുകയോ അല്ലെങ്കിൽ ദ്രോഹിക്കുകയോ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് പവിത്രയ്ക്ക് നേരെ പാഞ്ഞു ചെല്ലുന്ന അരുണിനെയാണ് കാണുന്നത്. എന്നാൽ പവിത്ര വിട്ടുകൊടുക്കുവാൻ ഒട്ടും തയ്യാറാകുന്നില്ല. പവിത്ര അരുണോട് പറയാണ്, നിങ്ങൾ ആര് പറഞ്ഞു എന്നെ ഈ ശ്രീധരത്തിൻ്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കിയിട്ടില്ലെന്ന്? പ്രത്യക്ഷമല്ലെങ്കിലും പരോക്ഷമായിട്ട് പലപ്പോഴും പലരും ഇവിടെ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഒരു 10 പൈസയുടെ വകയില്ലാത്തവള് എന്നും പറഞ്ഞ് പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട്. അതിന് ഞാനെന്ത് ചെയ്യാനാണ്? അച്ഛൻ കൊടുത്ത കേസിന് നിങ്ങൾ എങ്ങനെയെങ്കിലും പരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞ് അരുണുമായിട്ട് വാക്കുതർക്കമുണ്ടാകുകയാണ്. എന്നാലും പവിത്രയ്ക്ക് ഇപ്പം തൻ്റെ അച്ഛനായ രത്നാകരുടെ കൂടെ നിൽക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. അതിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു പവിത്രനെയാണ് കണ്ടത്. ഇത്ര നാൾ നമ്മളൊരു പാവത്താനെയാ കണ്ടെങ്കിൽ അച്ഛൻ്റെയും അതുപോലെ സജയൻ്റെയും വാക്കുകൾ അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ഉറപ്പിൻ്റെ പേരിൽ അടിയുറച്ച് എന്തൊക്കെ സംഭവിച്ചാലും അടിയുറച്ച് നിൽക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പവിത്ര എതിർക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ വളരെ നിരാശയോട് കൂടി ഇരിക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന നമ്മുടെ അരുണിനെ കാണാം. ഈ സമയത്ത് പവിത്രയുടെ മനസ്സിൽ വളരെ വേദനയുണ്ടെങ്കിലും തനിക്കിപ്പോൾ അടിയുറച്ച് അല്ലെങ്കിൽ തൻ്റെ പ്രതികരണങ്ങളെല്ലാം തൻ്റെ അച്ഛൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ളത് മാത്രമായിരിക്കും ലക്ഷ്യം. അങ്ങനെ ഒരു വലിയ വാക്കുതർക്കത്തെക്കുറിച്ചാണ് കാണുന്നത്. അതിനുശേഷം കാണുന്നത് നമ്മൾ പിങ്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചിറ്റചെന്ന് ചോദിക്കുകയാണ്, എന്തായാലും ഇന്ത്യപുറത്ത് വലിയൊരു കലഹത്തിൻ്റെ അവസ്ഥയാണ്. കാരണം പവിത്രയുടെയും പവിത്രയുടെ അച്ഛൻ്റെയും ആ വരവ് വലിയൊരു പൊട്ടിത്തെറിയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പം പിങ്കി പറയാട്ടോ, ഇവിടെ എന്നാണ് ഈ വിഷയം ഉണ്ടാകാത്തത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു ചാൻസാണ് എന്നൊക്കെ നമ്മുടെ ചിറ്റ പറയുന്നുണ്ട്. ഇതിനിടയിൽ ചിറ്റ പറയുക, അതൊക്കെ പോട്ടെ, നമ്മൾ എന്തായാലും നീ ഇതെല്ലാം ഇന്ന് ഈ കാര്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുക. ചിറ്റ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാത്തത് എന്ന് പറയുക. അതൊക്കെ പോട്ടെ, നിൻ്റെ ഗൗതവുമായിട്ടുള്ള യാത്ര എങ്ങനെയാണ്? ഇപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന ഈ ഇന്ത്യപുരം ഇത്ര വിഷയമായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഗൗതമിനോട് കാര്യങ്ങൾ ചോദിക്കുന്നതെന്ന് പിങ്കി ചിറ്റയോട് പറയട്ടോ. അപ്പം ചിറ്റ പറയാണ്, ഇവിടെ പൊട്ടിത്തെറിയും വഴക്കും ഒക്കെ ഉണ്ടാകും. നിൻ്റെ കാര്യം കറക്റ്റായിരിക്കണം. നീ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഗൗതമിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരിക്കലും ഗൗതം അത് മറന്നു പോകാൻ പാടില്ല. നിങ്ങളുടെ ആ രാമേശ്വര യാത്ര അതിനെക്കുറിച്ച് എപ്പോഴും ചോദിക്കണം. അതുകൊണ്ട് നീ അത് പെട്ടെന്ന് ഗൗതമിനെ ഫോൺ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ ഫോൺ ചെയ്ത് ഗൗതമിനോട് കാര്യങ്ങൾ പറ, എന്ത് വിഷയമുണ്ടായാലും എനിക്ക് പോകണം, യാത്ര ചെയ്യണം, ഗൗതമിനോടൊപ്പം യാത്ര ചെയ്യണമെന്ന് ഒരു നിർബന്ധം പിടിക്കാൻ പറയാം. അത് വേണോ ചിറ്റ എന്നൊക്കെ പിങ്കി ചോദിക്കുന്നുണ്ട്. അപ്പം ചിറ്റ പറയാണ്, വേണം, അങ്ങനെ ചെയ്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയാം. അങ്ങനെ ഇതിനിടയിൽ പെട്ടെന്ന് ചിറ്റ നിർബന്ധിച്ച് ഗൗതമിനെ പിങ്കിയെ കൊണ്ട് വിളിപ്പിച്ച് ഗൗതം എവിടെയാണെന്ന് ചോദിക്കുക. ഞാൻ പുറത്തു വരെ വന്നതാണെന്ന് പറയാം. എന്തായാലും വിഷയമുണ്ടോ അവിടെയെന്ന് ചോദിക്കുക. വിഷയമൊന്നുമില്ല, പക്ഷേങ്കിൽ ഗൗതം മറ്റു കാര്യം മറന്നോ എന്ന് ചോദിക്കുക. എന്ത് കാര്യം? നമ്മുടെ രാമേശ്വര യാത്ര അത് ഇപ്പോഴും അങ്ങനെ അതിന് പറ്റിയൊരു അവസ്ഥയല്ലോ എന്ന് പറയുകയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എങ്ങനെയാണെങ്കിലും എനിക്ക് രാമേശ്വര യാത്രയ്ക്ക് പോകണം, എത്രയും വേഗം പോകണം. കാരണം ഇപ്പം പോയില്ലെങ്കിൽ വലിയ റിസ്ക്കാണ്. കാരണം നിങ്ങളുടെ കുഞ്ഞിൻ്റെ വയറ്റിൽ ജനിച്ച് വളർന്നു കഴിഞ്ഞാൽ അത് യാത്രയ്ക്കൊക്കെ വലിയ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് പോകണം. ഒന്നെങ്കിൽ കാറിലോ അല്ലെങ്കിൽ ട്രെയിനിലോ യാത്ര ചെയ്യണം എന്ന് പിങ്കി പറയുകയാണോ. അപ്പോൾ ഗൗതം പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതിനിടയ്ക്ക് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ പിങ്കി തൊട്ട് ആ വാക്കിൽ തന്നെ പറയുകയാണ്, ആലോചിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ അത് ട്രെയിനിലാണോ കാറിലാണോ പോകേണ്ടതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, എനിക്ക് പോയേ പറ്റൂ എന്ന് പറയുക. അങ്ങനെ പിങ്കി ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പം ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന ഗിരിജനെ നമുക്ക് കാണാം, ചിറ്റേനെ കാണാം. എന്തായാലും ഗൗതം വളരെ അസ്വസ്ഥമായിട്ട് ആ വാഹനത്തിൽ കയറി തൻ്റെ ഡ്യൂട്ടിക്ക് തൻ്റെ ഔദ്യോഗിക ജോലിയുമായിട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരികയാണോ. ഒരു ഫോൺ കോൾ വരുന്നതിനിടയിൽ അതിനിടയിൽ ഒരു സംഭവമുണ്ട്. ഇന്ത്യപുരം തറവാട്ടിലെ ലക്ഷ്മിയും അതുപോലെ മോഹിനിയും അതുപോലെ ഗൗതമൻ്റെ അച്ഛനും ഇതിങ്ങനെ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പവിത്രയുമായിട്ടാണ്. പവിത്രയോട് ചോദിക്കുക, നിന്നോട് ആരെങ്കിലും ഇതുവരെ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ശ്രീധരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിന്നോട് ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആര് പറഞ്ഞു ഉപദ്രവിച്ചിട്ടില്ലെന്ന്?
നിങ്ങൾ അടക്കയും വട്ടവും നീളവും ഒക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നെ മനസ്സിനെ വേദനിച്ചിട്ടുണ്ട്. കാരണം 10 പൈസയുടെ ഗതിയില്ലാത്തവളാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് മോഹിനിക്ക് ദേഷ്യം വരുമോ? എടി ഞങ്ങൾ അങ്ങനെയൊക്കെ വല്ല ഉദ്ദേശമാണോ? നിന്റെ പൈസ വല്ലതും മോഹിച്ചാണോ ഞങ്ങളിതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുക. അല്ലെന്ന് ആര് പറഞ്ഞു? എന്നെ ഉപദ്രവിച്ച് ശ്രീധരൻ, നിങ്ങൾക്ക് ഞാനൊന്ന് എൻ്റെ വീട്ടിൽ ആരുമില്ല, എൻ്റെ വീട്ടുകാരും ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ, ഒന്നുമില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ല. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കാനേ പറ്റത്തുള്ളൂ. അച്ഛൻ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യുക എന്ന് പറയുക. പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോടെ. ഗൗതമൻ്റെ അച്ഛൻ ചോദിക്കുക, അതൊക്കെ എങ്ങനെയാ പവിത്ര സംഭവം നടക്കുന്നത്? അതുമല്ല നിസ്സാര പൈസ വല്ലതാണോ ചോദിച്ചത്? നീ ഒരു കാര്യം ചെയ്യും, ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. രണ്ടാമത്തെ ഓപ്ഷനായ അരുണുമായിട്ടുള്ള ഡിവോഴ്സ് നടത്തി നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പ്രതിവിധി. അല്ലാതെ നിന്റെ അച്ഛനെ ചോദിക്കുന്ന പൈസ കൊടുക്കുവാൻ ഏട്ടത്തെ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് പാളിപ്പോയി നമ്മുടെ പവിത്ര കേട്ടോ. ബന്ധം വേർപെടുത്തി പോകുക, അതാണല്ലോ ആദ്യത്തെ ഓപ്ഷൻ രത്നാകരൻ പറഞ്ഞത്. അതേ ഇനി ഇന്ത്യവരം തറവാടുകാരുടെ മുൻപിലുള്ളൂ എന്ന് പറയാം. എന്നാലും പൈസ കൊടുക്കില്ല എന്നൊരു തീരുമാനം ഗൗതമൻ്റെ അച്ഛൻ പറയുമ്പോൾ, മഹേശ്വരൻ പറയുമ്പോൾ നമ്മുടെ പവിത്രൻ ഞെട്ടുന്നുണ്ടോ? എന്തായാലും എനിക്കിതിൻ്റെ അകത്ത് അന്നേരം പവിത്ര പറയും, എനിക്ക് അതിനകത്ത് ഒന്നും പറയാനും ഇല്ല. അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാനിവിടെ അരുണിൻ്റെ ഭാര്യയായിട്ട് നിൽക്കണോ അല്ലെങ്കിൽ നിങ്ങൾ അച്ഛൻ ചോദിച്ച പൈസ കൊടുക്കണോ എന്നൊക്കെ ആലോചിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും നിങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ വിട്ടുതരിക, എനിക്കിതിൻ്റെ അകത്തൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് പവിത്ര അവിടുന്ന് രക്ഷപ്പെടുന്ന ഭാഗം. അതിനിടയിൽ നമ്മുടെ ലക്ഷ്മി ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. ലക്ഷ്മിയെപ്പോലും വകവെക്കാതെ ഉറഞ്ഞു തുള്ളുന്ന പൗത്രനെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. പൗത്രയ്ക്ക് അങ്ങനെ നിൽക്കാനോ പറ്റത്തുള്ളൂ. തൻ്റെ അച്ഛൻ്റെ വാക്ക്, അച്ഛൻ എന്തായാലും പൈസ ചോദിച്ചു, അല്ലെങ്കിൽ ഡിവോഴ്സ് ചോദിച്ചു. ഈ കാര്യങ്ങൾ അടിയുറച്ച് നിൽക്കാതെ രക്ഷയില്ലെന്ന് പവിത്രയ്ക്ക് മനസ്സിലായി. കാരണം അല്ലാത്ത പക്ഷം പവിത്രയുടെ ജീവിതം താറുമാറായി പോകും. സജീവമായിട്ടുള്ള ബന്ധം അച്ഛൻ വിളിച്ചു പറയും എന്നറിയാം. അങ്ങനെ ഒരു ഭാഗമാണ് കാണുന്നത്. എന്തായാലും പവിത്ര അതിനുശേഷം അവിടുന്ന് പെട്ടെന്ന് പോയിക്കഴിഞ്ഞാൽ തൻ്റെ മുറിയിൽ ചെന്ന് പൊട്ടിക്കരയുന്ന ഒരു ഭാഗമാണ്. കാരണം തൻ്റെ അവസ്ഥ എത്രത്തോളമാണ്. ആരുടെ ഒപ്പം നിൽക്കണം? തൻ്റെ അച്ഛനൊപ്പം നിൽക്കണോ അതോ അരുണെ ജീവിതത്തിൽ നിന്ന് മറന്നു കളയണോ എന്ന് അറിയത്തില്ലാത്ത വലിയ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന പവിത്ര പൊട്ടിക്കരയുന്ന ഒരു ഭാഗമാണ്. പവിത്രയുടെ മനസ്സിൽ വളരെ വേദനയുണ്ട്. ആ വാക്കുകൾ അരുണിനെ വിട്ട് ഡൈവോഴ്സായി പോവുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കുവാൻ പറ്റുന്ന അപ്പുറമല്ല, ചിന്തിക്കാൻ പറ്റുന്നതല്ല. പക്ഷേങ്കിൽ അച്ഛൻ്റെ വാക്കുകളും സജീവൻ്റെ വാക്കും ഇവിടെ പ്രാവർത്തികമാക്കിയേ പറ്റൂ. അടിയുറച്ച് നിൽക്കുക, അവർ പറയുന്ന കേട്ട് രത്നാകരൻ്റെ പൈസയോ അല്ലെങ്കിൽ ഡൈവോഴ്സോ അതിൽ അടിയുറച്ച് നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ പൗത്രയുടെ കയ്യിലുള്ള രക്ഷ. എന്തായാലും ആ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷമാണ് കാണിക്കുന്നത് നമ്മുടെ ഗൗതം വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരിക. ഹലോ, ഞാൻ രാജേഷാണ് എന്ന് പറയാം. മനസ്സിലായ രാജേഷ്, എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഗൗതമൻ്റെ മനസ്സിൽ ഒരു ദേഷ്യം ഭാവമുണ്ട് ഈ രാജേഷ് വിളിച്ചപ്പോൾ. സാറേ, എനിക്ക് സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയും. എന്താണ് കാര്യം? അതൊക്കെ നേരിട്ട് പറയാമെന്ന് പറയാം. ഇപ്പോൾ എവിടെയാണ് രാജേഷ് നിൽക്കുന്നത് ചോദിക്കുകയാണ്. ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാം. അങ്ങനെ ഗൗതം പെട്ടെന്ന് രാജേഷിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന, രാജേഷ് നിൽക്കുന്ന സ്ഥലത്തേക്ക് കാറുമായി പോകുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഗൗതം വരുന്നത് കണ്ട് പെട്ടെന്ന് നമ്മുടെ രാജേഷ് ഇറങ്ങിച്ചെന്ന് ഒരു റോഡ് സൈഡാണോ, ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്നിട്ട് പെട്ടെന്ന് എന്താ രാജേഷെ വിളിച്ച് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് രാജേഷ് തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ചെക്ക് എടുത്ത് ഗൗതമിൻ്റെ നേരെ നീട്ടുകയാണ്. സാർ, ഇത് സാറ് തന്ന ചെക്കാണ് എന്ന് പറയുകയാണ്. അത് തിരിച്ചു തരാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുകയാണ്. പെട്ടെന്ന് അപ്പോൾ ഗൗതം ഓർക്കുകയാണ്. ആ സറോഗസി സമയത്ത് ഗീതു ഇതിന് തയ്യാറായിപ്പോൾ ഒരു ചെക്ക് എഴുതി കൊടുത്തത് ഓർക്കുന്നതൊക്കെ ഒരു ഭാഗം കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ അപ്പോൾ ഗൗതം പറയുക, ഇതെന്തിനാണ് എനിക്ക് തിരിച്ചു തന്നത്? ഞാനത് രാജേഷിന് തന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് ഞാൻ മേടിക്കുവാൻ യോഗ്യനല്ല സാർ എന്ന് പറയുകയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, രാജേഷ്, ഇത് നിങ്ങളെ പലരും പല രീതിയിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. ഇതെനിക്ക് തിരിച്ചു തരേണ്ട കാര്യമില്ല, ഇത് നിങ്ങൾക്ക് തന്നെ ഞാൻ തന്നതാണ് എന്ന് പറയുകയാണ്. ഇല്ല സാർ, ഇത് മേടിക്കുവാൻ ഞാൻ യോഗ്യനല്ല, കാരണം എൻ്റെ ഭാര്യ ഒരു ചതി ചെയ്തു എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഗൗതം രാജേഷിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണോ, എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ സത്യം വെളിപ്പെടുത്തുന്നത്. മുൻപ് നടന്ന ആ സത്യം. ഒരിക്കൽ ഒരു ദിവസം ഒരു ഡോക്ടറുടെ വേഷത്തിൽ സർവകക്ഷി സമയത്ത് തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഗൗതം സാറിനെയും നന്ദ ഡോക്ടറെ കാണാൻ വരാൻ തുടങ്ങിയ സമയത്ത്
ഒരു ഡോക്ടർ തങ്ങളുടെ വീട്ടിൽ വരികയും അങ്ങനെ ഡോക്ടർ തങ്ങളെ വിളിച്ചുകൊണ്ട് പോവുകയും അതിനുശേഷം ആ ലാബിലേക്ക് പറഞ്ഞു വിട്ട് ലാബിൽ തങ്ങളെ പൂട്ടിയിട്ട കാര്യവും പറയുകയാണ്. ആ ഡോക്ടർ തന്നെയാണ് പിന്നീട് ഗൗതം സാറിൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുവാൻ തയ്യാറായത്, സറോഗസിക്ക് തയ്യാറായ പിങ്കി എന്ന് വെളിപ്പെടുത്തുക, സത്യം വെളിപ്പെടുത്തുക. ഇത് കേട്ട് ഗൗതം ഞെട്ടിപ്പോവുക കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ അത് പറയാതിരുന്നത് ഗീതുവിൻ്റെ കാലിൽ പിടിച്ച് പിങ്കി ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഒരിക്കലും ഇത് വേറെ ആരും അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് ഗീതു മറച്ചു വെച്ചത്. അത് വലിയൊരു ചതിയായിപ്പോയി, ഞങ്ങൾ സാറിനോട് ചെയ്യുന്ന വലിയ ചതിയാണ്, അത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് അതിലും വലിയ ചതിയാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സാർ ഇത് ഞാൻ വെളിപ്പെടുത്തുന്നത് എന്ന് പറയുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ സാർ വീണ്ടും പെട്ടുപോകും. എനിക്കൊരു സംശയമുണ്ട്, ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പിങ്കി എന്ന സ്ത്രീ, പ്രിയംവദ എന്ന സ്ത്രീ, ആ സ്ത്രീ ഒരു ക്രിമിനൽ ആണോ എന്നെനിക്ക് ഡൗട്ടുണ്ട് എന്ന് രാജേഷ് അവിടെ ഗൗതമിനോട് പറയും. അപ്പോൾ ഗൗതമിനോട് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമ്മുടെ നന്ദയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു സംശയമുണ്ടായിരുന്നെങ്കിലും ഈ ചതിക്കപ്പെട്ടവരെ തന്നെ ഗൗതമിനോട് പറഞ്ഞപ്പോൾ ഗൗതമിന് അത് വലിയ ഷോക്കായി പോവുകയും അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നൊരു ഭാഗമാണ്. ഈ സമയത്ത് എന്തായാലും ഗീതു എന്ത് എന്ന് ഗൗതം രാജേഷിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വീട്ടിലുണ്ട് എന്ന് പറയും. എനിക്ക് ഗീതുവിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് രാജേഷ് ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് പറയുകയാണ്, എനിക്ക് നിങ്ങളെ കൊണ്ട് ചില ഉപകാരം, ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഗൗതം ഈ സത്യം മനസ്സിലാക്കി ഇനി ഗീതുവിനെ വെച്ച് ചില കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുവാനുള്ള ഒരു വലിയ പ്ലാനിങ് ആണ് നടക്കുന്നത്. അല്ല ഗീതുവിനെ പെടുത്താനൊന്നും അല്ല കേട്ടോ. എന്തായാലും അങ്ങനെ ഗൗതം ആ സത്യം തിരിച്ചറിയുന്ന ഒരു ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും ഒരു രസകരമാകുന്ന ഒരു അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പിങ്കിയുടെ സകല കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുന്ന ഒരു ദിവസമായി ഒരാഴ്ചയായി ഈ എപ്പിസോഡ് മാറും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പ്രമോ സെഷത്തിൽ പറഞ്ഞിരുന്നു പിങ്കിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന ഒരു ദിവസം ഉണ്ടാകും എന്ന്. അതിനുശേഷം കാണുന്നത് നമ്മുടെ രത്നാകരനും അതുപോലെ സജയനും സോളമനും തമ്മിൽ സംസാരിച്ചുകൊണ്ട് മദ്യവെച്ചുകൊണ്ടിരിക്കുക. അപ്പം സോളമനോട് കാര്യങ്ങൾ പറയുകയാണ്. രത്നാകരൻ പറയുകയാണ്, ഞാൻ എന്തായാലും സജയൻ പറയുന്നുണ്ട്, എന്തായാലും അമ്മാവൻ പോയി അത്രയും തകർക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അവിടെ പോയി അത്രയും ബഹളമുണ്ടാക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയാം. അപ്പം ഈ രത്നാകരൻ പറയാം, നിങ്ങൾക്ക് എന്നെ എന്താണ് മനസ്സിലായത്? ആർക്കും എന്നെ കണ്ടാൽ ഒരു ക്രിമിനലായിട്ട് തോന്നിയല്ല, ഒരു സാധാ മനുഷ്യനായിട്ട് നിറപുഞ്ചിരിയോട് കൂടി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ മൊത്തം ക്രിമിനൽ മൈൻഡാണ് എന്ന് പറയാൻ, എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുന്ന തൻ്റെതായ ആ വലിയ ഭാവം തുറന്നു പറയുന്നൊരു ഭാഗമാണ്. ഈ സമയത്ത് ഇതെല്ലാം കേട്ട് രസിച്ചിരുന്ന് മദ്യം കഴിക്കുന്ന ഒരു സജയനെയും അതുപോലെ സോളമനെയാണ് കാണുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഈ രത്നാകരൻ എന്തായാലും സജയൻ ഉദ്ദേശിച്ചേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ പെട്ടെന്ന് സോളമനോട് പറയാം, സോളമ നീ പെട്ടെന്ന് അടുത്ത സാധനം എടുത്ത് ഒഴിച്ചു കൊടുക്കാൻ പറയാം. ഈ സമയത്ത് സോളം പറയാം, എന്തായാലും നിങ്ങൾ എടുത്ത് കുടിക്കും, ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോകുന്നു. ഈ പോകുന്ന സമയത്ത് ഈ സോളമൻ്റെ കയ്യിൽ നിന്ന് ഒരു ID കാർഡ് താഴെ വീഴുക, അല്ലെങ്കിൽ ഇരുന്നോടത്ത് ആ സോളമൻ ഇരുന്ന സ്ഥലത്ത് മിസ്സാവുകയാണ്. ഇത് പെട്ടെന്ന് രത്നാകരൻ കാണുകയും അതങ്ങ് എടുക്കാൻ പറയുകയാണ്. നിന്റെ കൂട്ടുകാരൻ എന്താണ് ജോലി എന്ന് സജയനോട് ചോദിക്കുക. അത് ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് പറയാം. എന്നാൽ ആ ID കാർഡ് ഇങ്ങ് എടുക്കാൻ പറയാം. പെട്ടെന്ന് സജയൻ നോക്കിയപ്പം നമ്മുടെ സോളമൻ ഇന്നോർത്തൊരു ID കാർഡ് ഇരിക്കുന്നത്. ഇത് ഇദ്ദേഹം ഈ സോളമൻ ഒരു പോലീസുകാരനാണ് എന്നൊരു വലിയൊരു ഒരു സത്യം മനസ്സിലാക്കിയ ഒരു ID കാർഡ് പോലീസിൻ്റെയാണ്. അപ്പോൾ പെട്ടെന്ന് രത്നാകരൻ പറയാം, നിന്റെ കൂട്ടുകാരൻ ഒരു പോലീസുകാരനാണ്, ഒരു പക്ഷെങ്കിൽ നീ ജയിലിലൊക്കെ അല്ലായിരുന്നോ, നിന്നെ രഹസ്യമായി വീക്ഷിക്കുവാൻ വന്ന ഒരു ഷാഡോ പോലീസ് ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. ഇത് വലിയൊരു ഷോക്കായി പോയി സജയൻ കേട്ടോ. സജയനെ സത്യത്തിൽ ഇത് അറിയത്തില്ല, ഇദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു എന്നും തൻ്റെ കൂട്ടുകാരൻ മുൻപ് ഒരുമിച്ച് പഠിച്ചു, പിന്നീട് ഒരു ബാറിൽ വെച്ച് കണ്ടു പരിചയം, അങ്ങനെ കൂടിയതാണ്. പക്ഷെങ്കിൽ ഒരിക്കലും ഇദ്ദേഹം ഒരു പോലീസുകാരനാണെന്നുള്ള സത്യം അറിയത്തില്ലായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന സോളമനോട് ചോദിക്കുക, സജയൻ ചോദിക്കുകയാണ്, സോളമ നിനക്കിപ്പോൾ എന്താ ജോലി എന്ന് ചോദിക്കുകയാണ്. അതുതന്നെ നിങ്ങളെന്നെ അതുപോലെ രൂക്ഷമായിട്ട് നോക്കി ഇങ്ങനെ സംശയിക്കുന്നതെന്ന് ചോദിക്കുക. അല്ല നിൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുക. നീ പോലീസിലല്ലേ എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് സോളമൻ ഒന്ന് പമ്മിയിട്ട് പറയാം, അത് എന്ന് പറയാം കേട്ടോ. എന്തായാലും നീ എന്താണ് ഇത്രയും നാളത് മറച്ചു വെച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് സോളമൻ പറയും, നീ എന്നോട് എൻ്റെ ജോലിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിക്കുക. അതില്ല, ഞാൻ പിന്നെ ചോദിക്കാത്ത കാര്യം എന്താണ് പറയുന്നത് എന്ന് പറയാം. നിങ്ങൾക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിട്ടുണ്ടല്ലേ, ഞാൻ പോലീസുകാരനായതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന പല കാര്യം ഞാൻ വെളിയിൽ പറയുമെന്ന് ഒരു സംശയമുണ്ടല്ലേ എന്ന് ചോദിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്രിമിനൽ മൈൻഡുകാരനല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്.
എടാ എൻ്റെ കയ്യിൽ ഒരു കാക്കിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ ക്രിമിനൽ മൈൻഡ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും ഞാൻ വെളിയിൽ പറയില്ല എന്നൊക്കെ പറഞ്ഞ് സജീവന് ഒരു ഉറപ്പ് കൊടുക്കുക. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രത്നാകരനും ഒരു സന്തോഷമായി. എന്തായാലും തങ്ങളുടെ കൂടെ കൂടുന്ന ഒരു പോലീസുകാരനാണ് എന്നൊരു ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും സോളമൻ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. അത് ഇതുവരെയും ഇന്നെന്തായാലും പോലീസുകാരനാണ് എന്ന് സജയനും രത്നാകരനും മനസ്സിലാക്കിയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെന്തോ ലക്ഷ്യമുണ്ട് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത് വെളിപ്പെടുത്തുന്നില്ല. സോളമൻ എന്തായാലും തൻ്റെ പോലീസുകാരനാണെന്ന് വെളിപ്പെടുത്തി ഒടുവിൽ എന്നാലും തങ്ങളുടെ കൂടെ നിൽക്കുവാൻ തയ്യാറായ ഒരു കൂട്ടുകാരനായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. എന്തായാലും പ്രധാനമായിട്ടും നമ്മുടെ ഗൗതം ആ പിങ്കിയെക്കുറിച്ചുള്ള ആ ചതിയുടെ വലിയൊരു സത്യം മനസ്സിലാക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വീണ്ടും നാളത്തെ വിശേഷവും വൈകിട്ടത്തെ പ്രമുഖ വിശേഷമൊക്കെ ആയിട്ട് വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.